വരുമാനമാണ്. അതായത് ഇന്നു മുതൽ നമുക്ക് മനസ്സറിഞ്ഞ് ചെലവാക്കാം. കാരണം ചിലവ് കൂടുകയാണല്ലോ, വെളിച്ചെണ്ണയ്ക്ക് വില കൂടി. ഇതല്ലേ നമ്മുടെ പ്രശ്നം, നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം എന്താണ്? നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ വില കൂടിയാലും നമ്മുടെ ചിലവുകളെ ഇനി നമുക്ക് എന്താക്കാം? വരുമാനമാക്കി മാറ്റാൻ പറ്റും. അതിന് പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ. നമ്മൾ സാധനങ്ങൾ എന്ത് വാങ്ങിയാലും നമുക്ക് തന്നെ തിരിച്ചു ലഭിക്കും. എങ്ങനെയാണ് കിട്ടുന്നത്? നിങ്ങൾ എല്ലാവരും ഇന്നു മുതൽ സ്മാർട്ട് ഇ ഷോപ്പ് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷന്റെ ഭാഗമായി മാറുക. എത്ര പേരുടെ മൊബൈലിൽ ഈ ആപ്ലിക്കേഷൻ ഉണ്ട്? ഡൗൺലോഡ് ചെയ്തവരുണ്ട്. ചെയ്യാത്തവർ ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക. കാരണം നമ്മുടെ മൊബൈലിൽ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഓഫർ ആയിട്ട് കിട്ടുന്നത് എന്താണ്? 10,000 രൂപ റെഡീം വാലറ്റിൽ നമുക്ക് ലഭിക്കും. 10,000 രൂപ ഫ്രീ ആയിട്ട്. നമ്മൾ കാശ് കൊടുത്ത് 10,000, 10,000, 20,000 കൊടുത്ത് വാങ്ങിയ മൊബൈൽ ഫോണിൽ നമുക്ക് 10 പൈസ കിട്ടാതെ അങ്ങോട്ട് കാശ് പോകുന്ന കുറെ ആപ്ലിക്കേഷൻ ഉണ്ട്. പക്ഷെ ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ഫ്രീ ആയിട്ട് ചെയ്താൽ 10,000 രൂപ നമുക്ക് കിട്ടും. അത് ഉപയോഗപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ 10,000 30,000 ആക്കുവാനും 1,00,000 രൂപ വരെ റെഡീമായിട്ട് കിട്ടാനുള്ള സംവിധാനം. 1,00,000 രൂപ. ഈ 1,00,000 രൂപ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് അരി വാങ്ങിയാലും, നമ്മുടെ വീട്ടിലേക്ക് പഞ്ചസാര വാങ്ങിയാലും, കടുക് വാങ്ങിയാലും, മല്ലി മുളകൊക്കെ വാങ്ങിയാലും നമുക്ക് ഈ കാശ് റെഡീം ചെയ്തെടുക്കാൻ പറ്റും. വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? വേണം, ഓക്കെ അല്ലേ? വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? 1,00,000 രൂപ വരെ റെഡീം ചെയ്തെടുക്കാൻ പറ്റും. അതിന് പറ്റുന്ന ഒരു ആപ്പാണ് നമ്മുടെ ആപ്ലിക്കേഷൻ, സ്മാർട്ട് ഇ ഷോപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. കഴിഞ്ഞില്ല, ഇത് നമുക്ക് കിട്ടുന്ന കാശ്. ഇനി നമുക്ക് ഇതിലൂടെ എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാണ് എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നത്? നമ്മൾ അറിയുന്ന എത്ര പേര് ചായ കുടിക്കുന്നവരുണ്ട്? നമ്മൾ അറിയുന്ന എത്ര പേര് പല്ല് തേക്കുന്നവരുണ്ട്? നമ്മൾ അറിയുന്ന എത്ര പേര് നല്ല ഡ്രസ്സ് വാങ്ങുന്നവരും നല്ല ചെരുപ്പ് ധരിക്കുന്നവരുണ്ട്? ഇല്ലേ? നമ്മുടെ അയൽവാസികൾ, നമ്മുടെ കുടുംബക്കാർ, നമ്മൾ അറിയുന്നവർ, നമ്മുടെ മിത്രങ്ങളും നമ്മുടെ ശത്രുക്കളും, ഇല്ലേ? ഇവരൊക്കെ എന്ത് വാങ്ങുന്നുണ്ടാവും? ഏതെങ്കിലും ഷോപ്പിൽ നിന്ന് ഈ പറയുന്ന സാധനങ്ങളെല്ലാം വാങ്ങുന്നുണ്ടാവുമല്ലോ. എന്നാൽ നമുക്ക് ഇന്നു മുതൽ നമുക്ക് നമ്മൾ അറിയുന്ന ആരെല്ലാം ഉണ്ടോ, അത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നവരാണെങ്കിലും, അതല്ലെങ്കിൽ ഫാൻസി കടയിൽ നിന്ന് മറ്റെന്തെങ്കിലും ഫാൻസി ഐറ്റംസ് വാങ്ങുന്നവരാണെങ്കിലും, ചെരുപ്പ് ധരിക്കുന്നവരാണെങ്കിലും, എന്ത് ചെയ്യുന്നവരാണെങ്കിലും, അവർ അവരുടെ വീട്ടിലേക്ക് അരിയും പഞ്ചസാരയും വാങ്ങുമ്പോൾ, അവർ അവരുടെ വീട്ടിലിരുന്ന് രാവിലെ എഴുന്നേറ്റ് പേസ്റ്റ് എടുത്ത് പല്ല് തേക്കുമ്പോൾ, അവരവരുടെ ബാത്റൂമിൽ നിന്ന് സോപ്പ് തേച്ച് കുളിക്കുമ്പോഴെല്ലാം നമ്മുടെ അക്കൗണ്ടിലേക്ക് കാശ് വരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. കാരണം അത് അനുഭവത്തിൽ വന്നു കഴിഞ്ഞു. ആളുകൾ ഇപ്പോൾ ആരെല്ലാമോ നമ്മൾ പറഞ്ഞിട്ട്, നമ്മൾ പറയുന്ന സൂപ്പർ മാർക്കറ്റിൽ നിന്ന്, നമ്മൾ പറയുന്ന ഹോട്ടലിൽ നിന്ന്, നമ്മൾ പറയുന്ന ഫാൻസി കടയിൽ നിന്ന്, നമ്മൾ പറയുന്ന ഫർണിച്ചറിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ളത് അവർ വാങ്ങുന്നു. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അവർ വാങ്ങില്ലേ? നിങ്ങൾക്ക് കാശ് കിട്ടും, അതുകൊണ്ട് നാളെ മുതൽ ഞാൻ കുളിക്കുന്നില്ല എന്ന് ആരെങ്കിലും പറയോ? നാളെ മുതൽ ഞാൻ പല്ല് തേക്കുന്നില്ല എന്ന് പറയോ? ഇല്ല. അവരെന്തായാലും പല്ല് തേക്കും, കുളിക്കും, എല്ലാം ചെയ്യും. പക്ഷേ നമ്മൾ പറഞ്ഞു വിടുന്ന ഷോപ്പിൽ നിന്നാണ് എങ്കിൽ, സ്മാർട്ട് ഇ ഷോപ്പിയുടെ ഒരു മെമ്പർ ആയിട്ടാണ് പോകുന്നത് എങ്കിൽ, അവര് കുളിക്കുന്ന കാലത്തോളം, അവര് പല്ല് തേക്കുന്ന കാലത്തോളം നമുക്ക് കാശ് കിട്ടും. അവര് നിർത്തുമോ പല്ല് തേക്കല്? നമ്മൾ മലയാളികൾ എന്തായാലും പല്ല് തേക്കുമല്ലോ, കുളിക്കുമല്ലോ, ഡ്രസ്സ് ധരിക്കുമല്ലോ. അവരിത് ചെയ്യുന്ന കാലത്തോളം, അവര് മരിച്ചാൽ അവരുടെ മക്കളോ തന്നെ ചെയ്യില്ലേ? നമ്മൾ മരിച്ചു, അവർ നിർത്തുമോ? എന്നോട് സോപ്പ് വാങ്ങാൻ പറഞ്ഞ ആള് മരിച്ചു, ഞാൻ ഈ സോപ്പ് വാങ്ങി കുടിക്കുന്നില്ല എന്ന് പറയോ? ഇല്ല. അവർ ചെയ്യുന്ന കാലത്തോളം നമുക്ക് വരുമാനം കിട്ടുന്നു. നമ്മൾ ഇല്ലാതെയായാൽ പോലും നമ്മൾ പരിചയപ്പെടുത്തിയ ഒരു 10,000-കണക്കിന് ആളുകൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ, ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിൽ ഈ പറയുന്ന അരിയും പഞ്ചസാരയൊക്കെ വാങ്ങി, അവർക്ക് പഞ്ചസാര വാങ്ങി ചായ കുടിച്ച് അവർ ഷുഗർ വന്നു പോയിട്ടുണ്ടാവാം. എങ്കിലും നമ്മൾ പറഞ്ഞതിന്റെ പേരിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് കാശ് വരുന്ന ലോകത്തെ ആദ്യത്തെ ഒരു ആപ്ലിക്കേഷനാണ് സ്മാർട്ട് ഇ ഷോപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഇത് നമ്മുടെ ലൈഫിനെ, നമ്മുടെ ജീവിതത്തെ, ഇവിടെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് സ്വപ്നം കാണുന്നുണ്ട്. ജീവിതത്തിൽ വലിയ വലിയ സ്വപ്നങ്ങളുള്ളവരാണ്. നമ്മൾ ജോലി ചെയ്ത് കോടീശ്വരനായ ആരെങ്കിലും നിങ്ങളുടെ നാട്ടിലുണ്ടോ? ജോലി ചെയ്തിട്ട് കോടീശ്വരനായ ആരെങ്കിലും? ഒരാളെയും കാണിച്ചു തരാൻ പറ്റില്ല. ജോലി എന്ന് പറഞ്ഞാൽ അത് എണ്ണിച്ചുട്ട അപ്പം കിട്ടുന്ന, ബോസിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന,
ഒരു സംഭവമാണ് അല്ലേ? നമുക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ചിന്ത ഉണ്ട്, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലൂടെ എന്റെ മുഴുവൻ സ്വപ്നങ്ങളും എനിക്ക് പൂർത്തിയാക്കാൻ പറ്റുന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? നമ്മുടെ സ്വപ്നം ചെറുതാക്കുന്നതാണ് നമ്മൾ. വലിയ സ്വപ്നങ്ങളുണ്ട്. നമ്മുടെ മക്കൾ സൈക്കിൾ വേണം, ബൈക്ക് വേണം, മൊബൈൽ വേണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യാ? അത് വേണ്ട എന്ന് പറയുന്നത് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, കയ്യിൽ കാശില്ലാത്തതുകൊണ്ടാണ് അല്ലേ? നല്ല അടിപൊളി ഡ്രസ്സ് വാങ്ങി, 3000 രൂപയുടെ നല്ല അടിപൊളി ഡ്രസ്സ് വാങ്ങി ധരിക്കണമെന്നുണ്ട്. പക്ഷെ കാശില്ലാത്തതുകൊണ്ട് 1500 വാങ്ങി നമ്മൾ സാധാരണ തൃപ്തിപ്പെട്ട് ജീവിച്ചു പോകുന്നു. പക്ഷെ കാശുണ്ടെങ്കിൽ നമുക്ക് ആരുടെ മുന്നിലും കയറി ചെന്ന് നല്ല രൂപത്തിൽ ജീവിക്കാൻ സാധിക്കും. അതിന് പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ കൈ. ഒരാളെയും പറ്റിക്കേണ്ട, ഒരാളെയും ചതിക്കേണ്ട. നമ്മൾ അറിയുന്ന ആളുകൾ അരി വാങ്ങുമ്പോഴും സോപ്പ് വാങ്ങുമ്പോഴും പേസ്റ്റ് വാങ്ങുമ്പോഴും നമുക്കും അവർക്കും ഗുണം കിട്ടുന്ന രൂപത്തിലുള്ള ഏറ്റവും നല്ലൊരു ആപ്ലിക്കേഷൻ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഒരു പക്ഷേ പുതുതായിട്ട് വന്ന ആളുകൾക്ക് ദൈവം തമ്പുരാൻ നിങ്ങളുടെ ലൈഫിൽ രക്ഷപ്പെടാൻ വേണ്ടി കനിഞ്ഞു നൽകിയ ഒരു അവസരമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ.